നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അശാസ്ത്രീയ സർവേക്കെതിരെ ചക്കരക്കല്ലിൽ പ്രതിഷേധം ശക്തമാക്കി സമരസമിതി. കുറ്റിയടിക്കാൻ വന്ന KRFB ഉദ്യോഗസ്ഥരെ ഇന്നും സംയുക്ത സമരസമിതി പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ടൗണിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് KP നസീർ ഉദ്ഘാടനം ചെയ്തു. ചക്കരക്കൽ ടൗണിൽ അശാസ്ത്രീയ വികസനത്തിന്റെ പേരിൽ 300ഓളം കടകൾ പൂർണ്ണമായി പൊളിക്കുന്നതിന് മുന്നോടിയായി കുറ്റിയടിക്കാൻ വന്ന KRFB ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധവുമായി ഇന്നും സംയുക്ത സമരസമിതി പ്രവർത്തകരെത്തി. ചക്കരക്കൽ ടൗണിൽ നിന്നും കുറ്റിയടിക്കുന്ന മൗവഞ്ചേരിയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ചക്കരക്കൽ പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു. സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കി മാനുവൽ സർവേയിലൂടെ നിലവിലുള്ള റോഡിന്റെ ഇരുഭാഗവും തുല്യമായി വികസിപ്പിക്കുക, ജംഗ്ഷനിൽ നിന്നും 4 ഭാഗവും നീളവും വീതിയും ഒരുപോലെ നിജപ്പെടുത്തുക, തിരക്ക് കൂടിയ വെള്ളച്ചാൽ റോഡിലെ വിവേചനം ഒഴിവാക്കി 4 ഭാഗത്തും ഒരേ അളവിൽ 12 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കുക, നഷ്ടപ്പെടുത്തിയ ബൈപ്പാസ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടനത്തിന് ശേഷം ചക്കരക്കൽ ടൗണിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് KP നസീർ ഉദ്ഘാടനം ചെയ്തു. ഈ വികസനം വരുന്നതുകൊണ്ട് ചക്കരക്കലിന് വികസനം എന്ന് പറയുന്നതിന് പകരം ചക്കരക്കലിന്റെ ഒരു പരിസമാപ്തി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ വ്യാപാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ഥാപനങ്ങൾ ഒന്നിച്ച് ഇല്ലാതാക്കുകയും അതിന് മാർഗങ്ങളൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതൊരു വികസനമായി നമുക്ക് പരിഗണിക്കാൻ പറ്റും? നമ്മളല്ല വികസന വിരോധികൾ എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. വികസന വിരോധികൾ ഇത് മുഴുവനും പൊളിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വികസനത്തെ അഡ്രസ്സ് ചെയ്യുന്നവരാണ് ഈ വികസന വിരോധികൾ. ഈ രീതിയിൽ വികസിപ്പിച്ചു പോയാൽ ചക്കരക്കല്ലിലുള്ള 140-300-ലധികം വ്യാപാരികൾ തൊഴിൽ രഹിതരായി പുറത്തു പോകേണ്ടി വരും. അതുപോലെ തന്നെ അതിലെ തൊഴിലാളികൾ, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധിയായ ആളുകൾ, 1000-ഓളം ആളുകൾക്ക് നേരിട്ട് ജീവിതമാർഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഈ വികസനം, ഇതിന് വികസനം എന്ന് പറയുന്നതിന് പകരം ഇതിന് ചക്കരക്കല്ലിൻ്റെ ഒരു അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. CP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സമരസമിതി ചെയർമാൻ A സത്യൻ, ജനറൽ കൺവീനർ സജീർ കോമ്പിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി K പ്രദീപൻ, അബ്ദുൾ അസീസ് ഹാജി, TC അഷ്റഫ്, സജീഷ് കേളോത്ത്, സതീശൻ മാസ്റ്റർ, അനിൽകുമാർ, ഖലീൽ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.